ശ്യാമരാജ്, ആദ്യം തന്നെ SC/ST കമ്മീഷൻ പരാതി അയച്ചതിൽ അഭിനന്ദനങ്ങൾ. അതിൽ തുടർ നടപടികൾ നടക്കുകയാണ്, നല്ല കാര്യം. ഒന്നും ചെയ്യാതിരിക്കുന്നതിനേക്കാൾ നല്ലതാണ് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത്. അതിൽ പക്ഷേ തുടർ നടപടി ഏത് രീതിയിൽ എത്രയാവും എന്ന് കാത്തിരുന്ന് കാണാം. ശ്യാമരാജും ഒരു പ്രൊഫഷണൽ കോളേജിൽ പഠിച്ച ആളാണ്. ഞാനൊക്കെ പഠിക്കുന്ന കോളേജിൽ പുഴുത്ത പട്ടി എന്ന് വിളിക്കാൻ ഒരു അധ്യാപകനും ധൈര്യപ്പെടില്ല. ധൈര്യപ്പെട്ടാൽ ഓൺ ദ സ്പോട്ട് കിട്ടുമെന്ന് അറിയാവുന്നുണ്ട്. അപ്പോൾ ആ ശീലത്തിൽ പുഴുത്ത പട്ടി എന്ന് വിളിക്കുന്നതും എനിക്ക് അത്ഭുതമായിരുന്നു. അതിനുശേഷം പിന്നാലെ ഞാൻ ഒരു തൊട്ട അവിശ്വസനീയതയോടാണ് അത് കേട്ടത്. അതിന് പിന്നാലെ വരുന്ന ഓരോരോ പ്രതികരണങ്ങൾ പുഴുത്ത പട്ടിയൊന്നും ഒന്നുമല്ല. അതിൻ്റെയൊക്കെ എത്രയോ മടങ്ങ് തെറിയാണ് ഇവന്മാർ വിളിച്ചുകൊണ്ടിരുന്ന കുട്ടികളെ. ശ്യാംരാജ് തുടങ്ങി വെച്ച നടപടികൾ അതിൻ്റെ ചൂട് വാർത്താ ചൂട് മാറുമ്പോൾ വിട്ടുകളയരുത്. അതിൻ്റെ പിന്നാലെ ഉണ്ടാവണം. കാര്യം ശ്യാംരാജിൻ്റെ ആ നടപടി അടക്കം രക്ഷിക്കുന്നത് ഒരുപക്ഷെ ആ കുട്ടികളുടെ ബാക്കി കുട്ടികളുടെ ജീവനായിരിക്കും. ശ്യാം. ഹാഷ്മി, തീർച്ചയായിട്ടും അത് ഒരു വാർത്താ പ്രാധാന്യത്തിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്തതൊന്നും അല്ല. അങ്ങനെ ഒരിക്കലും ചെയ്യുന്ന ആളുള്ള 2017 ജിഷ്ണു പ്രണോയിയുടെ മരണം ഉണ്ടായപ്പോൾ ആ സമയത്ത് ഞാൻ ABVPയുടെ സംസ്ഥാന സെക്രട്ടറിയാണ്. അന്ന് ഞങ്ങൾ കേരളത്തിലെ സെൽഫ് ഫിനാൻസിങ് ക്യാമ്പസുകളിൽ മൊത്തം ഒരു യാത്ര നടത്തി ഇത്തരത്തിലുള്ള രാക്ഷസ കോട്ടകളുടെ ഒരുപാട് കോട്ടകൊത്തളങ്ങൾ ഞങ്ങൾ പൊളിച്ചതാണ്. അതിനുശേഷം അന്ന് ABVPയുടെ ഞങ്ങളുടെ ആഹ്വാനപ്രകാരം കേരളത്തിലുടനീളമുള്ള ചെറുപ്പക്കാർ വിദ്യാർത്ഥികളൊക്കെ തെരുവിലേക്ക് ഇറങ്ങുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ പറയുന്നത് കേരളത്തിലെ വിദ്യാർത്ഥികളോട്, ചെറുപ്പക്കാരോട് അതിനുശേഷം നിങ്ങൾ തെരുവിലെ ഇറങ്ങി സമരം ചെയ്യാൻ വേണ്ടി തയ്യാറാകണം. ഇമാതിരി ആളുകളെ ഒന്നും ക്യാമ്പസിൽ വെച്ചിരുത്താൻ വേണ്ടിയിട്ട് പാടില്ലെന്നേ. നിങ്ങൾ പേടിക്കേണ്ട. കേരളത്തിന്റെ പൊതുസമൂഹം മുഴുവൻ, അത് രാഷ്ട്രീയ ഭേദമന്യേ, ജാതിമത ഭേദമന്യേ, മാധ്യമങ്ങൾ മുഴുവൻ നിങ്ങളോടൊപ്പം തന്നെയാണ്. എൻ്റെ വിദ്യാർത്ഥികളെ, നിങ്ങൾ ഒരു കാരണവശാലും ഇതിനകത്ത് ഭയപ്പെടേണ്ട ആവശ്യമേ ഇല്ല. പരിപൂർണമായിട്ടുള്ള പിന്തുണ ഈ കാര്യത്തിൽ നിങ്ങൾക്കുണ്ട്. അതോടൊപ്പം തന്നെ ഇന്നും ഇന്നലെയുമൊക്കെ ആയിട്ട് പുറത്തു വന്നിരിക്കുന്ന ഇപ്പോൾ 1-2 കുട്ടികളാണെങ്കിൽ കൂടി നിങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വിളിച്ചു പറയാൻ വേണ്ടിയിട്ട് കാണിച്ച ധൈര്യത്തെ അഭിനന്ദിക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ പുറത്തേക്ക് പോവാം. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇതൊക്കെ ചെറുതാണ് കാശ്മി. നമ്മൾ കേട്ടതൊക്കെ ചെറുതാണ്, കുന്നു മാത്രമാണ്. വലിയ മല ഇനി വരാൻ വേണ്ടി കിടക്കുകയാണ്. ആ മലയെക്കുറിച്ച് മൊത്തം പറയാൻ വേണ്ടി ആ ക്യാമ്പസിലെയും കേരളത്തിലെ മുഴുവൻ ക്യാമ്പസുകളിലെയും ചെറുപ്പക്കാർ, വിദ്യാർത്ഥികൾ പുറത്തേക്ക് വരണം. അവർക്ക് പരിപൂർണ പിന്തുണ, കേവലമായിട്ടുള്ള വാർത്താ പ്രാധാന്യത്തിന് അപ്പുറത്തേക്കുള്ള പരിപൂർണ പിന്തുണ അന്നും ഇന്നും ഇനിയും ഉണ്ടാവുമെന്ന് ഞാൻ 24-ന്റെ മധ്യ ഞാൻ അവിടുത്തെ ആ വിദ്യാർത്ഥികളോട് വിളിച്ചു പറയാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ്. നോക്കൂ, ഇവിടെ ഒരു കാര്യം കാശ്മീർ പറയാതിരിക്കാൻ വേണ്ടി സാധിക്കില്ല. ഞാൻ ഈ കേന്ദ്ര പട്ടികജാതി കമ്മീഷന് പരാതി കൊടുക്കുന്നത് മിനിയാന്ന് 12-ാം തീയതി മാനന്തവാടിയിൽ നിന്ന് ഇലക്ഷൻ്റെ എൻ്റെ വർക്ക് കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്ന സമയത്താണ് ഈ ഒരു പരാതി കൊടുക്കുന്നത്. അത് കിഷോർ മർക്വാജി എന്ന് പറയുന്ന നമ്മുടെ കേന്ദ്ര പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ അദ്ദേഹത്തെ ഫോണിൽ വിളിച്ചിട്ട്, എനിക്കവിടെ നെറ്റിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്ന കാരണം ആദ്യം ഫോണിൽ വിളിച്ചിട്ട് പിന്നീട് മെയിൽ ചെയ്തുമാണ് ഞാൻ പരാതി കൊടുക്കുന്നത്. ഹാഷ്മിൻ്റെ ഒരു ഒറ്റ ചോദ്യം, ഈ മാനന്തവാടിയിൽ ഇലക്ഷന് മത്സരിക്കാൻ വേണ്ടിയിട്ട് മാനന്തവാടിയിൽ നിന്ന് ചുരമിറങ്ങുന്ന P. ശ്യാംരാജിന് തോന്നിയിട്ടുള്ള ഒരു കമ്മിറ്റ്മെൻ്റ് എങ്കിലും നമ്മുടെ കേരളത്തിലെ SC/ST വകുപ്പ് മന്ത്രിക്ക് തോന്നാത്ത എന്താ? ഒരു ചോദ്യമല്ല കാശ്മീർ, ഒന്ന് ആലോചിക്കണം. എനിക്ക് മനസ്സിലാകുന്നില്ല. നാളെ ഇതുവരെയായിട്ടും ഈ നമ്മുടെ ചെറുപ്പക്കാരൻ്റെ ഒരു മരണമോ കൊലപാതകമോ നടന്നിട്ട് ദിവസം 4 കേരളം ഒട്ടാകെ ചെറുപ്പക്കാരനും കുടുംബത്തിനും ഒപ്പം നിന്നിട്ടും ആ അമ്മയുടെ കണ്ണീര് കാണാൻ വേണ്ടിയിട്ട് പറ്റാതെ TV പോലും ഓഫ് ചെയ്ത് വെക്കുന്ന അവസ്ഥയുണ്ടായിട്ടും കേരളത്തിൻ്റെ പട്ടികവർഗ വകുപ്പ് മന്ത്രി ഒരക്ഷരം ഉരിയാടിയിട്ടില്ലെന്നേ. ഒരു നമ്മളൊക്കെ ആണെങ്കിൽ എന്താ, ഈ ഒരു സാമാന്യ മര്യാദ ഉണ്ടെങ്കിൽ നമ്മളെന്താ ചെയ്യും? നമ്മൾ ആ വീട്ടിൽ പോകും, ആ കുടുംബത്തെ ആശ്വസിപ്പിക്കും. മരിച്ചു പോയത് തന്നെയാണ്, അതിനകത്ത് ആ നഷ്ടം നികത്താനാവും മാത്രമാണ്. പക്ഷേ അവിടെ ഉത്തരവാദിത്തപ്പെട്ടവരുടെ ഒരു പ്രസൻസ് ഉണ്ടാകേണ്ടത് കാശ്മീർ. ഇവരൊക്കെ എന്ത് സർക്കാരാണ്? ഇവർക്ക് എന്ത് അധികാരികളാണ്? എനിക്ക് തീരെ മനസ്സിലാകുന്നില്ല. ഒരു SC/ST കമ്മീഷൻ എന്ന് പറഞ്ഞ ആൾ കേരളത്തിലുണ്ടെന്ന് പറയും. ഇതിനകത്ത് ഒരു ദുഃഖകരമായിട്ട് കാര്യം എന്താ അറിയോ? ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കേന്ദ്ര പട്ടികജാതി കമ്മീഷൻ കേസ് എടുത്ത് ഇന്നലെ രാവിലെയാണ് അദ്ദേഹം എനിക്ക് വാട്സപ്പിലും അതോടൊപ്പം തന്നെ മെയിലിലും ആ അദ്ദേഹത്തിൻ്റെ അന്വേഷണവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ലെറ്റർ വിടുന്നത്. അതിനുശേഷമാണ് കേരളത്തിലെ പട്ടികവർഗ കമ്മീഷൻ അവരൊന്ന് ഉരിയാടാൻ വേണ്ടിയിട്ട് പോയത്. ഒന്ന് ആ വീട് സന്ദർശിക്കേണ്ട കാശ്മീർ, ഒന്ന് ആ വീട് സന്ദർശിക്കേണ്ട. ഇവർ ചെയ്യുന്ന ജോലിയോടോ അല്ലെങ്കിൽ ഇവർ ഇരിക്കുന്ന ആ അധികാര സ്ഥാപനങ്ങളോടോ ഉള്ള ഇവരുടെ കമ്മിറ്റ്മെന്റ് നത്തിങ്, ഒന്നുമില്ല. രോഹിത് മൊബൈലിന്റെ കാര്യത്തിൽ രോഹിത് മൊബൈൽ സീരിയസ് പ്രശ്നം തന്നെയാണ്. സമാനമായ ഒരു പ്രശ്നത്തിൽ രോഹിത് മൊബൈലിന്റെ കാര്യത്തിൽ കണ്ടം കവിത എഴുതിയ എഴുത്തുകാർക്ക് ഇതിൽ കവിത എഴുതണ്ട. സാംസ്കാരിക ബുദ്ധിജീവികൾക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. കൊക്കസക്കാർക്ക് ഒരു പ്രശ്നമില്ല. ആർക്കും പ്രശ്നങ്ങളില്ല. ജസ്റ്റിസ് ഫോർ നിതിൻ എന്ന് പറഞ്ഞ ആ കോളേജിലെ കുട്ടികൾ മാത്രം ഇടുന്ന ഹാഷ്ടാഗ് മാത്രമാവും. അപ്പൊ അതുകൊണ്ട് കേരളത്തിൽ ഒരു മൗനമുണ്ട്. ആ മൗനത്തിൽ പെട്ടതായിരിക്കും ഒരുപക്ഷെ താങ്കൾ പറയുന്ന കാര്യം. ശ്യാം, അതാണ് കാശ്മീരിന്റെ പ്രശ്നം എന്ന് പറഞ്ഞത്. ഇതിനകത്തുണ്ട്. അവിടെയാണ് നമ്മൾ വീണ്ടും രാഷ്ട്രീയത്തിലേക്ക് കടക്കേണ്ടി വരും. നോക്കൂ, ഇവിടെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് സർക്കാരിൽ നിന്ന് വളരെ നമുക്ക് വിസിബിൾ ആയിട്ടൊരു നിശബ്ദത കേരളത്തിലെ ദളിത് ട്രൈബ്സിന്റെ കാര്യത്തിൽ ഉണ്ട് കാശ്മീർ. ഇത് എത്രാമത്തെയാ?
മധുവിന്റെ കൊലപാതകം നടന്നപ്പോൾ എന്താ സംഭവിച്ചിട്ടുള്ളത്? മധുവിന്റെ കൊലപാതകം നടന്നതിന് ശേഷമാണ് മധുവിന്റെ കൊലപാതകത്തിലെ പ്രതിയായിട്ടുള്ള ഷംസുദ്ദീനെ പിടിച്ചിട്ട് അവിടുത്തെ ബ്രാഞ്ച് സെക്രട്ടറി ആക്കിയെന്ന്. ഇതിനകത്ത് ധാർമ്മികത എന്ന് പറയുന്ന ഒന്നില്ലേ? ഒന്ന് ആലോചിച്ചോളൂ, ഒരു പ്രതിയായിട്ടുള്ള ഒരാളെ പിടിച്ചിട്ട് ബ്രാഞ്ച് സെക്രട്ടറി ആക്കുകയാണ്. ബിന്ദു തിരുവനന്തപുരത്തെ ബിന്ദു. അവരെന്താണ് ആ ബിന്ദു എന്ന് പറയുന്ന സ്ത്രീയെ രാത്രിയോളം പിടിച്ചിട്ട് പോലീസ് സ്റ്റേഷനിൽ പിടിച്ചു നിർത്തിയേക്കാണ്. അവർ മാല കളവ് പോയി എന്ന് പറഞ്ഞിട്ട് മാല കിട്ടിയെന്ന് വീട്ടുടമസ്ഥ വിളിച്ചു പറഞ്ഞിട്ട് പോലും ആ പോലീസുകാരൻ അത് ബിന്ദുവിനെ അറിയിക്കാതെ അവരെ രാത്രിയിൽ ലോക്കപ്പ് ചെയ്യാൻ പാടില്ല ഉണ്ടായിട്ടും അവരെ ലോക്കപ്പിൽ വെച്ചേക്കാം. ആ പോലീസുകാരനെതിരെ എടുത്ത നടപടി എന്താ? ഒരു നടപടിയും വന്നിട്ടില്ലാന്നേ. ഇവിടെ സിദ്ധാർത്ഥന്റെ അമ്മ ഇപ്പൊ നമ്മുടെ ഒപ്പം ഇരിക്കും. എനിക്ക് വളരെ വിഷമമുണ്ട്, ഇത്തിരി ഒച്ചകൂടി സംസാരിക്കുന്നതിന് വളരെ വിഷമമുണ്ട്. പക്ഷെ സിദ്ധാർത്ഥന്റെ അമ്മ പറയുന്നത് നമുക്കൊരു വേദന ഉണ്ടാവണ്ടേ? ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക്, അധികാരികൾക്ക്, ഇതിന്റെ കാര്യങ്ങൾ ചെയ്യേണ്ട ആളുകൾക്ക് ഒരു വേദന ഉണ്ടാവാത്തത് എന്താ? ഹാഷ്മി, നമുക്കൊക്കെ തോന്നുന്ന ഒരു സാധാരണ ഒരു പഞ്ചായത്ത് മെമ്പർ പോലും അല്ലാത്ത ഒരാൾക്ക് തോന്നുന്ന ഒരു വേദന ഇതിന്റെ അധികാര സ്ഥാനത്തിരിക്കുന്ന ഇത് ചെയ്യേണ്ട ആളുകൾക്ക് തോന്നാത്തത് എന്താ? മറുവശത്ത് സംഭവിക്കുന്നത് എന്താ? ഇപ്പോ നിതിന്റെ കാര്യത്തിൽ മറുവശത്ത് സംഭവിക്കുന്നത് 14,000 രൂപ. ഒന്നാലോചിക്ക്, 14,000 രൂപയുടെ ലോൺ എടുത്തതും കൂടി കൊണ്ടാണ് നിതിന്റെ മരണമെന്ന് പറയുന്നത്. കണ്ണൂർ SP ആണ്. എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്? എന്ത് തെളിവാ? അദ്ദേഹം നമ്മുടെ പയ്യൻ, ആ ചെറുപ്പക്കാരൻ, നമ്മുടെയൊക്കെ അനുജൻ, അവൻ മരണപ്പെട്ടിട്ടോ കൊല്ലപ്പെട്ടിട്ടോ വെറും 4 ദിവസമായി കഴിഞ്ഞപ്പോൾ എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് കാരണം? അല്ല ശ്യാമേ, അന്ന് രാത്രി അമ്മ കരഞ്ഞ അമ്മയുടെ വല്ലാത്ത കണ്ണീര് കേരളം കണ്ട എന്താണ് അവിടെ സ്വന്തമായിട്ട് വീടില്ലാതെ വാടക വീടിന്റെ മേശപ്പുറത്ത് അവിടെ ആൾക്കാരെ കാണാൻ വെച്ച് അപ്പുറത്തെ പറമ്പിൽ ശവസംസ്കാരം ഞാൻ രാത്രി പറഞ്ഞു SP വന്നെന്ന് പറഞ്ഞു ലോണാപ്പിന്റെ കാര്യം. എന്തിനാണ് അപ്പൊ പറയുന്നത്? രാത്രി കണ്ണൂർ SP എത്ര തിടുക്കമാണ് എന്റെ കാശ്മീർ ആലോചിച്ച് നോക്ക്. എത്ര തിടുക്കമാണ്! ഒരു ചെറുപ്പക്കാരൻ മരിച്ചിട്ട് അവന് ചെയ്തടങ്ങുന്നതിന് മുമ്പ്, കാര്യകാരണം എന്തെന്ന് അറിയുന്നതിന് മുമ്പ് SP പറയാണ് ഇതിന്റെ കാരണം ഇതാണ്. ഇവരൊക്കെ ആരെയാ പ്രൊട്ടക്ട് ചെയ്യുന്നത്? ഈ SP കണ്ണൂർ SP ആരെയാണ് കാശ്മീർ പ്രൊട്ടക്ട് ചെയ്യുന്നത്? അവിടെയാണ് ഇതിന്റെ പ്രശ്നം എന്ന് പറയുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.